നമസ്കാരം. ഞാനിപ്പം തമിഴ്നാട്ടിൽ തിരുക്കൂർ വിജയുടെ യോഗത്തിൽ നടന്ന ആ 41 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ 41 പേരുടെ മരണം തിക്കും തിരക്കും മൂലം മാത്രമല്ല. അതായത് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ വിജയിനെ ഭയക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇതിൻ്റെ സംഭവം. പ്രധാനമായിട്ടും സ്റ്റാലിൻ സർക്കാരിനെയാണ് ഇതിനകത്ത് കുറ്റപ്പെടുത്തേണ്ടത്. രണ്ടാമത് പോലീസ് വകുപ്പ്, മൂന്നാമത് ഇലക്ട്രിസിറ്റി വകുപ്പ്. ഈ 3 വകുപ്പും കരൂർ എം എൽ എയുടെ നേതൃത്വത്തിലാണ് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ അരങ്ങേറിയത്. ഈ പ്രശ്നങ്ങൾ അരങ്ങേറാൻ കാരണം അവിടെ 9 ആംബുലൻസ് ആ സർക്കിളിൽ റൗണ്ട് അടിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ 9 ആംബുലൻസിൽ 2 ആംബുലൻസിനകത്ത് വിജയിൻ്റെ കൊടിയുണ്ട്. ഈ 2 ആംബുലൻസിന് വഴി മാറി കൊടുക്കാൻ വേണ്ടി അവർ സൈഡ് ഓർഡർ ഇട്ട് വരുമ്പോൾ വഴി മാറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ആംബുലൻസ് ഓൺ അടിക്കുമ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെങ്ങി ഓടുന്ന ഒരു രംഗവും അതിൻ്റെ പുറകിൽ ലാത്തി ചാർജുമാണ് നമ്മൾ കണ്ടത്. അത് വിജയിനെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഭയക്കേണ്ടിയിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രധാന കാരണം. അതിൻ്റെ സർവത്ര ഉത്തരവാദിത്വവും വിജയൻ്റെ തലയുടെ മുകളിൽ തന്നെ അല്ലെ വിജയിൻ്റെ ജനക്കൂട്ടത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. അവിടുത്തെ ഭരണകക്ഷി MLAയും ഇതിനകത്ത് പ്രതിയാകും. ആ CCTV ദൃശ്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ഇത് ജനസമൂഹം ഇത് കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് വിജയിൻ്റെ യോഗങ്ങളിൽ 1 ലക്ഷം പേര് പങ്കെടുക്കുന്നിടത്ത് 2 ലക്ഷം 3 ലക്ഷം ചെറുപ്പക്കാരും മറ്റ് ആൾക്കാരും പങ്കെടുക്കുമ്പോൾ ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണിയായി മാറുന്നുണ്ട്. അപ്പോൾ അതിന് വിജയിനെ ഉള്ളിൽ കയറ്റാനുള്ളൊരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു വന്നിരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതായത് ആ CCTV ദൃശ്യങ്ങൾ വ്യക്തമാണല്ലോ, ഇത് പരിശോധിച്ചാൽ മതിയാവുമല്ലോ. അപ്പോൾ വിജയിൻ്റെ മുകളിൽ കുറ്റം ചാർത്തക്ക രീതിയിലുള്ള വകുപ്പുകളൊന്നും എനിക്ക് തോന്നുന്നില്ല ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് CCTV ദൃശ്യങ്ങൾ കൃത്യമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇലക്ട്രിസിറ്റി വകുപ്പ്, പോലീസ് വകുപ്പ്, അത് തമിഴ്നാട് സർക്കാർ തന്നെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരും. കൃത്യമായിട്ടും അത് CCTV നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.